Hey all, welcome back to part 2 of Thrissur Diaries. ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ എത്തിയിരുന്നു. സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയ ഇഡ്ലി, സാമ്പാർ, ദോശ, ചട്നി, വട, പൂരി, കിഴങ്ങറി എന്നിവയ്ക്കപ്പുറം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വേഗം തന്നെ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്യാനുള്ള ധൃതിപ്പാടിലായിരുന്നു എല്ലാവരും. തൃശ്ശൂരിലെ പട്ടുരക്കൽ എന്ന സ്ഥലത്ത് നളിനം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ കല്യാണ പരിപാടി. സ്ഥലപ്പേര് അങ്ങനെ തന്നെയാണോ കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുക അറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു കല്യാണം കൂടലായതുകൊണ്ടാണോ അതോ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി ഒരു കല്യാണം കൂടുന്നതിന്റെ സന്തോഷമാണോ എന്നൊന്നും പറഞ്ഞറിയിക്കാനാവുന്നില്ല. ഇത്രയും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു കല്യാണം ഈ അടുത്തൊന്നും എന്തായാലും ഞാൻ കൂടിയിട്ടില്ല. സ്വന്തം നാടായ തിരുവനന്തപുരത്ത് സദ്യ കഴിച്ച് വളർന്നത് കൊണ്ടാവണം എന്തുകൊണ്ടോ തൃശ്ശൂരിലെ സദ്യ എനിക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ചിപ്സിനും ഉപ്പേരിക്കും ഓലനും കാളനും അവിയലിനും ഒക്കെ ശേഷം കുറച്ച് ചോറിട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ച് പരിപ്പേറിയും അതിനുമേൽ കുറച്ച് നെയ്യും ഒഴിക്കുമെന്നായിരുന്നു. പക്ഷേ ഇവിടെ അവർ സാമ്പാർ മാത്രമാണ് കൂട്ടുന്നതെന്നാണ് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. ഒടുവിൽ ബോളിയും പായസവും പഴവും ഒന്നിച്ച് കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന എനിക്ക് അവിടെയും തെറ്റി. തൃശ്ശൂർ ഭാഗത്താരും ബോളിയും പഴവും പായസവും ഒന്നിച്ച് കഴിക്കാറില്ല എന്നാണ് വിളമ്പിയ ചേച്ചി എന്നോട് പറഞ്ഞത്. എങ്കിലും വിളമ്പിയ പായസത്തിന് വിളമ്പിയതിനേക്കാൾ ഏറെ മധുരം ഉണ്ടായിരുന്നു. വിശാലമായൊരു സദ്യ ഉണ്ടതിന് ശേഷം തളർന്ന അവശരായി ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് കണ്ടു പറഞ്ഞ് യാത്ര തിരിക്കാമെന്ന് തീരുമാനിച്ചു. വൈകിട്ടത്തെ ബസ്സിനാണ് നാട്ടിലേക്ക് മടങ്ങുന്നതെന്നുള്ളത് കൊണ്ടും കുറച്ച് സമയം കൂടി ഒന്നിച്ച് ചെലവഴിക്കാൻ ബാക്കിയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടും ഞങ്ങൾ തൊട്ടടുത്ത നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യാത്ര തിരിച്ചു. എന്റെ നാട്ടിൽ അധികം ഒന്നും കണ്ടുവരാത്തൊരു മത്സ്യമാണ് ഈ മാന്തൽ. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിലും കാണാൻ ഭംഗിയുണ്ടല്ലോ എന്ന് കരുതി ഫോണിൽ പകർത്തി വെച്ചു എന്ന് മാത്രം. പണ്ടൊക്കെ ഏതൊരു ഷോപ്പിൽ പോയാലും ചോക്ലേറ്റ്സ് എവിടെ, ലേസ് എവിടെ, ബിങ്കോ എവിടെ എന്നൊക്കെ തിരഞ്ഞു നടക്കുന്ന ഞാൻ ഇന്ന് എവിടെ പോയാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എവിടെയാ കിട്ടുക എന്ന് ആദ്യം ചോദിക്കാം. അഡൽട്ടിങ്ങിന്റെ ഓരോരോ മാറ്റങ്ങളെ. സമയം ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് നെസ്റ്റോയുടെ ഓരോ ഫ്ലോറുകളായി എക്സ്പ്ലോർ ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത്യാവശ്യം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നെസ്റ്റോ വളരെ നല്ല ഓപ്ഷനാണ്. നെസ്റ്റോയിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു. തൃശ്ശൂരിൽ വന്നിട്ട് തൃശ്ശൂർ റൗണ്ട് കാണാതെ പോയാൽ മോശമല്ലേ എന്ന് കരുതി തൃശ്ശൂർ റൗണ്ട് പാസ് ചെയ്ത് പൂരം നടക്കുന്ന സ്ഥലമൊക്കെ കണ്ട് പതിയെ കാറ്റൊക്കെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും 3:30 കഴിഞ്ഞിരുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ ദ ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഡെസ്റ്റിനേഷൻ. നമ്മുടെ യാത്രയിലെ ലക്ഷ്യസ്ഥാനത്തെക്കാൾ ഒപ്പമുള്ള മനുഷ്യരും ആ യാത്രയും അതിലൂടെ നമ്മളിലേക്ക് എത്തുന്ന കുറേ ഓർമ്മകളുമാണ് ആ യാത്രയെ ഏറെ ഭംഗിയുള്ളതാക്കുന്നത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടേണ്ടി വന്ന മനുഷ്യർക്ക് ചെറിയൊരു വിട പറച്ചിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ 4 മണിക്കുള്ള സൂപ്പർ ഫാസ്റ്റിന് സെമി സ്ലീപ്പർ ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 8-8:30 മണിയോടുകൂടി ബസ് ഫുഡ് പാരഡൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിനായി നിർത്തിയിട്ടു. പൊറോട്ടയും ബീഫും കഴിച്ചോളാൻ വയ്യാത്ത അതിയായ ക്രേവിങ്സ് കൊണ്ട് ഞാനും ഇക്കായും ഹോട്ടലിൽ ഇറങ്ങി 2 പൊറോട്ടയും 1 പ്ലേറ്റ് ബീഫും കഴിച്ചു. വീട്ടിലേക്ക് എത്താനുള്ള മോഹം കൂടിയത് കൊണ്ടാണോ AC-യുടെ തണുപ്പിൽ ചുരുണ്ടുകൂടി കുറെ അധികം സമയം ഉറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, 11:30 എത്തേണ്ട ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ 12:30 ആയിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രിയുടെ ഭാഗത്തായിട്ട് 2 വീലേഴ്സ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ 2 വീലർ പാർക്ക് ചെയ്തത് റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള ഒരു സ്ഥലത്തായിട്ടാണ്. സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഭദ്രമാക്കിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അർദ്ധരാത്രിയുടെ തണുപ്പിൽ ചൂട് ചായയും ചൂട് ഓംലെറ്റും കഴിച്ചതിന് ശേഷം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.